വിയറ്റ്നാമിൽ താമസിക്കുന്ന കത്തോലിക്കയായ മാർത്ത ട്രാൻ എന്ന യുവതിയുടെ വിവാഹത്തിന് തടസ്സമായി മാറിയത് പണമായിരുന്നു. സാമ്പത്തികമായ പ്രതിസന്ധിയാണ് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പ്രേരിപ്പിക്കാത്തതിൻ്റെ പിന്നിലെ കാരണമെന്ന് മാർത്ത പറയുന്നു. കഴിഞ്ഞ 4 വർഷമായി വിയറ്റ്നാമിലെ ഹ്യൂ സിറ്റിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ വെറും തുച്ഛമായ ശമ്പളത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. ശമ്പളത്തിൻ്റെ ഒരു ഭാഗം സഹോദരിയുടെ പഠനത്തിനായി മാറ്റിവെക്കും. ഭക്ഷണത്തിനും അനുദിന ജീവിതത്തിലെ ചിലവുകളും കഴിഞ്ഞാൽ ₹1 ബാക്കിയുണ്ടാകാറില്ല, മാർത്ത പറഞ്ഞു. കഴിഞ്ഞ വർഷം ഭക്ഷ്യവിഷബാധയേറ്റതിൻ്റെ ഫലമായി ആശുപത്രി ചിലവുകൾക്കായി ആകെയുണ്ടായിരുന്ന ഇരുചക്ര വാഹനം പണയം വെക്കേണ്ടി വന്നുവെന്നും യുവതി പറയുന്നു. ഇതെൻ്റെ മാത്രം അവസ്ഥയല്ല, എൻ്റെ ഒട്ടുമിക്ക സുഹൃത്തുക്കളും നേരിടുന്ന ഒരവസ്ഥയാണെന്നും മാർത്ത പറയുന്നു. രാജ്യത്തെ 34 നഗരങ്ങളിലും പ്രവിശ്യകളിലുമായി 3000 തൊഴിലാളികളിൽ അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ അവിവാഹിതരായ 73% പേരുടെയും വിവാഹം വൈകുന്നതിൻ്റെ കാരണം അവരുടെ കുറഞ്ഞ വരുമാനം കാരണമാണെന്ന് കണ്ടെത്തിയിരുന്നു. വിവാഹിതരായവരിൽ 73% പേർ പറഞ്ഞത് കുട്ടികളുണ്ടാകാനുള്ള തീരുമാനത്തെപ്പോലും വരുമാനം സ്വാധീനിച്ചു എന്നായിരുന്നു. ചിലർ ഈ കാരണത്താൽ കുട്ടികൾ വേണ്ട എന്ന തീരുമാനം വരെ എടുക്കുന്ന ഗുരുതരമായ അവസ്ഥകളിലൂടെയാണ് ആ രാജ്യം കടന്നുപോകുന്നത്. ഈ പ്രതിസന്ധി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും സാമൂഹിക ക്ഷേമ സംവിധാനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ജാൻ വാൻ പറഞ്ഞു. 100 ദശലക്ഷം ജനങ്ങളുള്ള വിയറ്റ്നാമിൻ്റെ സുവർണ ജനസംഖ്യാ കാലഘട്ടം 2039 അവസാനിക്കുമെന്നും 2054 ശേഷം ജനസംഖ്യയിൽ വലിയ ഇടിവുണ്ടാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രതിസന്ധി രാജ്യത്തെ സഭയെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഹ്യൂവിലെ വിൻ ഹങ് ഇടവക വികാരിയായ ജോൺ എൻഗുയൻ പറഞ്ഞു. 2010 350 അംഗങ്ങളുമായി സ്ഥാപിതമായ ഈ ഇടവകയിൽ ഇപ്പോൾ 236 പേർ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും സജീവമായ അംഗങ്ങൾ ഏകദേശം 50 പേർ മാത്രമാണ്. ചെറുപ്പക്കാർ മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്നത് കൊണ്ട് അവരുടെ സാന്നിധ്യം തന്നെ കുറഞ്ഞുവെന്നും പുരോഹിതൻ പറഞ്ഞു. സാമ്പത്തിക നയങ്ങൾ പൊളിച്ചെഴുതി യുവാക്കൾ ഇവിടെ വിവാഹം കഴിച്ച് ഒരു കുടുംബജീവിതം നയിക്കുന്ന രീതിയിൽ ഭരണാധികാരികൾ ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഇതിന് പരിഹാരമെന്നും ഫാദർ ജോൺ കൂട്ടിച്ചേർത്തു.